പുള്ളി കട്ട് ചെയ്ത് നമ്മളിങ്ങനെ നമ്മുടെ എക്സ്പ്രഷൻ ഇങ്ങനെ മരിച്ചു പോകണം കണ്ടുകൊണ്ട് നിൽക്കും. പക്ഷെ ഇതൊക്കെ രസകരമായി കോപ്പി ചെയ്ത് എവിടെ എങ്ങനെ കട്ട് ചെയ്യണം എന്നൊക്കെ കറക്റ്റായിട്ട് അറിയാം. അതിൻ്റെ ഒഴുക്ക് അത് നിങ്ങൾ സിനിമ ആണ് മനസ്സിലാക്കുന്നത്. അത്ര സ്പീഡുണ്ട്. കാരണം നമ്മൾ ഷൂട്ട് ചെയ്തപ്പോൾ അമ്മാനും ഷോട്ടുകൾ നേരിടും. കാരണം ഒന്നും വിടാതെ പല തരത്തിലും വെച്ചിട്ട് സോസും മറ്റേ മറ്റെന്നൊക്കെ പറഞ്ഞ ഒരുപാട് എക്സ്പ്രഷൻസ് വരുന്നുണ്ട്. അതൊക്കെ അതിനനുസരിച്ചിട്ട് വെട്ടി ഒക്കെ റെഡിയാക്കി കൊണ്ടുവന്ന് നല്ലൊരു കലാരൂപമാക്കി മാറ്റിയ സാധാരണ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിട്ട് പ്രൊഡ്യൂസർ കാർഡ് വരെ കട്ട് ചെയ്യാൻ ഈ സിനിമയിൽ സ്മോക്കിംഗ് ഇല്ല. അതുകൊണ്ട് ആ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. അത് ലിസ്റ്റിന് ആദ്യമേ പറഞ്ഞല്ലോ, സെൽഫ് വെച്ച് ഭയങ്കര പൈസ. എന്നാൽ പിന്നെ ഇനി ആരെയാണ് പെട്ടെന്ന് മൂവിയുടെ ലോഞ്ചിന് ഞാൻ പറഞ്ഞിരുന്നു, എല്ലാവരും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത മൂവിയാണ്. അതിനുള്ള റിസൾട്ട് കിട്ടി, സന്തോഷം. ശരി, എല്ലാവരും പടം കാണാൻ. ഇനി വേറെ എഴുതുക മാത്രമല്ല, സംസാരിക്കൂടി ചെയ്യണം. എന്നാലും ആൾക്കാർ ഓടിച്ചിട്ടുണ്ട്. മറ്റേ കഥാപാത്രങ്ങളല്ലേ സംസാരിക്കുന്നത്, സംസാരിക്കുന്നത് കേൾക്കുന്നില്ലല്ലോ. ഒന്ന് പറയല്ലോ, എന്തെങ്കിലും ഒന്ന് വൈറലാക്കാൻ അതായത് അന്നും ഇന്നും എന്നും ഫാൻ ബോയ് മാത്രമേ എനിക്ക് ഒരു തവണ നമ്മുടെ ഫാൻ ബോയ് മൂവി ഉണ്ടാവും. ഈ ദിലീപ് ഭട്ടിനെ ചെയ്താൽ അങ്ങനെ പറ്റിക്കാൻ എല്ലാം നമ്മൾ കൊടുക്കും. എല്ലാ സ്നേഹവും കൂടുതൽ ചിന്തിക്കൂ, വലുതായിട്ട് ചിന്തിക്കൂ. ഞാന് മീശമാധവൻ കണ്ട തിയേറ്റർ, ആ തിയേറ്ററിൽ ദിലീപ് ഭട്ടിന്റെ പടം ഞാൻ റൈറ്റ് വരുന്നത് വലിയ സന്തോഷം. ഫാൻസുകാർക്ക് ഒത്തിരി സന്തോഷം. റിയാസ് ദൈവം ദൈവമാണ് ഇവിടെ കൊണ്ടത്. അതെന്താ സംഭവം അറിയോ? പുള്ളിക്ക് ബാലൻസ് കൊടുക്കാനുള്ള പൈസ ഉണ്ട്. പുള്ളി എന്നോട് പറഞ്ഞു, എന്നെ വിശ്വസിച്ചിട്ട് ഈ പൈസ അവിടെ ബാലൻസ് ഉള്ള പൈസ അവിടെ പ്ലഗ് ചെയ്തോളൂ, എന്നിട്ട് എന്നെ വിശ്വസിക്കും. സംസാരിക്കും ബാക്കി സംവിധായകൻ വിൻഡോ സ്റ്റീഫൻ ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ കന്നിയാണ്. 150 പടം ചെയ്യുന്ന ദിലീപനോടൊപ്പം എന്റെ കന്നിപ്പടം ചെയ്യാൻ പറ്റിയത് വളരെയധികം സന്തോഷം. പടം പറഞ്ഞു ആദ്യത്തെ പടം ചെയ്യാൻ പറ്റിയത് ചിലപ്പോ ഇവര് തന്നെ മാറ്റി എഴുതികളായി. തീർച്ചയായും ഡിസംബറുടെ 30ാമത്തെ സിനിമയാണ്, മാജിക് ഫ്രെയിംസിന്റെ 30ാമത്തെ സിനിമയാണ് എന്റെ ആദ്യത്തെ സിനിമ. അപ്പോൾ ഇത്രയും വലിയ നല്ല ആളുകളുടെ കൂടെ സിനിമ ചെയ്യാൻ തുടങ്ങാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. ഷാരിസിന്റെ കൂടെ ആദ്യമായിട്ട് സിനിമ ചെയ്യാൻ പറ്റിയതിൽ അതിലും വലിയ സന്തോഷം. ഞാനെപ്പോഴും എല്ലാവരും ചോദിക്കുമ്പോൾ പറയാം, ഇവിടെ എന്താണ് എങ്ങനെയാണെന്ന് ചോദിക്കാൻ പറയുന്നത്. സിനിമ പറയട്ടെ എന്നാണ് ഇത്രയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സിനിമ പറഞ്ഞിരിക്കുന്നു, ആളുകൾ വിളിച്ച് നമ്മളോട് വളരെയധികം സന്തോഷമാണ് പറയുന്നത്. നല്ലൊരു സിനിമ കിട്ടിയതിലുള്ള സന്തോഷം എല്ലാവരും നമ്മളോട് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് തരാൻ പറ്റിയത് ഈ ഇരിക്കുന്ന ടീമിന്റെയാണ്, ഈ ഇരിക്കുന്ന എല്ലാ ആളുകളുടെയും ഹാർഡ് വർക്കിന്റെയാണ് ഈ സിനിമ ഇവിടെ ഇത്ര ഹാപ്പിയാണ്. ലിസ്റ്റിൻ ബോയ് പറഞ്ഞു, കുറെ നാളെ കേക്ക് മുറിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പൊ ലിസ്റ്റിൻ ബോയ്ക്കാൻ സാധിച്ചതിന് നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ഒരുമിച്ച് ഇവിടെ നിൽക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. ദൈവം അനുഗ്രഹിച്ച് തിയേറ്ററിലെ റെസ്പോൺസ് അറിഞ്ഞ് ഒരുപാട് ആൾക്കാരുടെ എനിക്കൊന്നും അടുത്ത കാലത്ത് ഇത്രയും വലിയ ഫോൺ വിളിയൊന്നും കിട്ടിയിട്ടില്ല. അത്രയും റെസ്പോൺസിൽ ആ ഒരു എന്താ പറയാ, ആ ഒരു ആവേശം എല്ലാവരും രണ്ട് കൈ നീട്ടി സ്വീകരിച്ച പ്രിൻസ് ആൻഡ് ഫാമിലി, ആ സന്തോഷം പങ്കുവെക്കാനാണ് പെട്ടെന്ന് ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടി ഇതിലൂടെ വന്നിരിക്കുന്നത്. തുടർന്നും ഈ സിനിമ കാണാത്ത ആളുകൾ എല്ലാവരും ഈ അടുത്ത, എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ വരാൻ പോകുന്നു ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ തുടങ്ങി കാണും. ഉടനെ തന്നെ നിങ്ങളുടെ അടുത്ത തിയേറ്ററിലേക്ക് പോവുക, തിയേറ്ററിൽ തന്നെ ഒന്ന് ഈ സിനിമ കാണുക. കാരണം ഈ തിയേറ്ററിൽ ഉണ്ടാവുന്ന ഒരു ചിരി എന്ന് പറയുന്നത് അത് എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ അത് 10 ആവും, 10 ചിരി 100 ആവും, 100 ചിരി 1000 എന്ന് പറയുന്ന അത്രയും രസകരമായിട്ടാണ് ഓഡിറ്റോറിയം ഈ എന്താ പറയുക നർമ്മം ഉള്ള സിനിമകൾ, ഫീലുള്ള സിനിമകൾ, അതിൻ്റെ മ്യൂസിക്കും കാര്യങ്ങളും അതിൻ്റെ ഒരു സൈലൻസ് കാണാമെന്നൊക്കെ പറയുന്നത്. അത് ഫോണിൽ കാണുമ്പോൾ മറ്റൊരു സ്ഥലത്ത് കാണുമ്പോൾ കിട്ടാത്തതാണ്. നമ്മൾ സ്ക്രീനിൽ തന്നെ വലിയ സിനിമകൾ കാണുക, ഞങ്ങളെ അനുഗ്രഹിക്കുക. അപ്പം ഈ സന്തോഷം പങ്കുവെക്കാനാണ് ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടി ഇതിലൂടെ വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി കണ്ടിന്യൂസ് ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക. കാരണം ഞങ്ങൾ പ്രൊമോഷൻസ് പരിപാടികളായിട്ട് തിയേറ്ററിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരെയും നേരിട്ട് കാണാം. വലിയ സന്തോഷം, ഒരുപാട് സന്തോഷം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയേണ്ടി വേഗം പറയാം.
ഇന്ന് എന്റെ വകയല്ല ചെലവുള്ളത്, ദിലീപേട്ടന്റെ വകയായിരിക്കും ഇന്നത്തെ ചെലവ് എന്നുള്ളത്. അത് ദിലീപേട്ടൻ തന്നെ പറഞ്ഞു. ഇനിയിപ്പോ ഞാൻ പറഞ്ഞില്ല, ഞാൻ കൊടുക്കുന്നുള്ളൂ. എനിക്ക് എന്നും ചെലവായതുകൊണ്ട് ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. വളരെയധികം സന്തോഷം. അല്ലേ? വലിയ സന്തോഷം. തുടർന്ന് ഈ സപ്പോർട്ടും ഈ സ്നേഹവും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. ഒരുപാട് നന്ദി. താങ്ക് യു. ലവ് യു ഓൾ.